ഹലോ ഫ്രണ്ട്സ്, ദിലു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ തേനെല്ലിക്കയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങളൊക്കെ വിചാരിക്കണ്ട ഞാൻ എത്ര ദിവസം എവിടെയായിരുന്നു എന്ന്. എൻ്റെ ഫോൺ ചെറുതായിട്ടൊന്ന് കംപ്ലൈൻ്റ് ആയി, അത് നന്നാക്കാൻ കൊടുത്തായിരുന്നു. അപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ ഇങ്ങനെയാണോ തേനെല്ലിക്ക ഉണ്ടാക്കാമെന്ന് എനിക്കറിയില്ല. ഞാൻ ആരോടും ചോദിച്ചിട്ടൊന്നുമില്ല, സ്വന്തം ഇഷ്ടത്തിന് ഉണ്ടാക്കുകയാണ്. ഇതിൽ നിറച്ചുണ്ടായിരുന്നു കേട്ടോ തേന്. ഇത് തേനാണ്. ഇതാ നെല്ലിക്ക ഞാൻ അവിടെ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ശർക്കര അവിടെ ഉരുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് തേന് ഈ ശർക്കരയൊക്കെ ഒഴിച്ച് നെല്ലിക്കത്തെ വെള്ളം നല്ലോണം ഒന്ന് ഊറ്റിയെടുത്തിട്ട് കുപ്പിയിലിടാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോണ്ട് ഹസ്ബൻഡ് പണി കയറി വന്നിട്ടോ. അപ്പോൾ പഴംപൊരി കൊണ്ടുവന്നു. അപ്പോൾ വേഗം ചായ ഉണ്ടാക്കി എല്ലാവരും കൂടി നല്ല ചൂടുള്ള പഴംപൊരിയും ചായയും കുടിച്ചിട്ടോ. നല്ല കൈയൊക്കെ പൊള്ളുന്നുണ്ട്. ചൂടോടെ പഴംപൊരിയും ചായ അങ്ങനെ കുടിച്ച് ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഇനി പോയി നെല്ലിക്ക കുപ്പിയിലിട്ട് വെക്കട്ടെ. വെള്ളമൊക്കെ വറ്റിച്ചെടുത്ത് ഊറ്റിയെടുത്ത് ഇനി ഇതാ നെല്ലിക്കൊക്കെ കുപ്പിയിലിട്ട് ഇനി ശർക്കര ഉരുക്കിയ ശർക്കര അരിച്ചങ്ങാണ്ട് പാരാട്ടോ. ഈ കരിമ്പിൻ്റെ നാരൊക്കെ ഉണ്ടാവും, അപ്പോൾ നല്ലോണം അരിച്ച് പാർന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരാഴ്ച കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. ഇങ്ങനെ തന്നെയാണോ ഉണ്ടാക്കാമെന്ന് നിങ്ങൾക്ക് അറിയില്ല. തേനും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, അത് ഞങ്ങൾ കാണിച്ചിട്ടില്ല. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതാ ഒരാഴ്ച കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട് നമ്മൾ തേനെല്ലിക്ക. ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇങ്ങനെ തന്നെയൊക്കെ ഉണ്ടാക്കാൻ എനിക്കറിയില്ല. അറിയുന്നവരൊന്ന് കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. എന്നാൽ അവന്മാർക്കും അടുത്ത പ്രാവശ്യം ഉണ്ടാക്കാമല്ലോ. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമായൊക്കെ ചെയ്ത്. ഇങ്ങനെ തന്നെയാണോ ഉണ്ടാക്കുമെന്ന് അറിയില്ല. തേനൊക്കെ ഒഴിച്ച് കിട്ടും. ഞാൻ അത് ഇതിൽ കാണിച്ചിട്ടില്ല വീഡിയോ. ഞാനൊരു കഷ്ണം കടിച്ചു നോക്കി, ടേസ്റ്റൊക്കെ ഉണ്ട്. എനിക്കിഷ്ടമായി. ഇനി എല്ലാവർക്കും ഒന്ന് കൊടുത്തു നോക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്.